ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ട് തന്നെ സ്പർശിക്കുന്നവർക്ക് സൗഖ്യം ലഭിക്കുന്നു എന്ന് ഒരു ഡോക്ടറായ വൈദ്യനായ വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു തിരുവചനം പ്രതീക്ഷ നൽകുന്ന, പ്രത്യേകിച്ച് പലവിധ അസുഖങ്ങളാൽ വലയുന്ന നാം ഓരോരുത്തർക്കും, പലവിധ ദുഃഖങ്ങളാൽ ക്ലേശിക്കുന്ന നാം ഓരോരുത്തർക്കും വിശ്വാസത്തോടെ ഉൾക്കൊള്ളേണ്ട ഒരു തിരുവചനം. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ യേശുവിനെക്കുറിച്ച് ഇങ്ങനെ പ്രവചിച്ചിരിക്കുന്നു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നാം കാണുന്നു. പുതിയ നിയമത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു എന്ന് 1 പത്രോസിൻ്റെ 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. രോഗങ്ങളുടെ വൈദ്യനായ യേശുവിനെ അവൻ്റെ വിശുദ്ധ കുർബാനകളിൽ നാം മുഖാമുഖം കാണുന്നു. ഓരോ വിശുദ്ധ കുർബാനകളിലും അവൻ ക്ഷതമേൽക്കുന്നു. അവൻ നമുക്കായി ബലിയായിത്തീരുന്നു. നമ്മുടെ വേദനകൾ അവൻ വഹിക്കുവാൻ, നമ്മുടെ ദുഃഖങ്ങൾ അവൻ ചുമക്കുവാൻ യേശു തയ്യാറാകുന്നു. അവൻ ശിക്ഷയായിത്തീരുന്നത് നമ്മുടെ രക്ഷയ്ക്കായിട്ടാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ അവൻ്റെ ഓരോ വിശുദ്ധ കുർബാനകളിലും മുടങ്ങാതെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പങ്കെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ കുറവുകൾ, നമുക്ക് വന്നുപോയ വീഴ്ചകൾ അവൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നീതിയുള്ളവരായി ജീവിക്കേണ്ടതിന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ ഒരു ജീവനുള്ള ബലിയായി തീർന്ന് അവൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മുടെ നാവിൽ സ്പർശിക്കുന്നതിലൂടെ നാം അവനെ സ്പർശിക്കുന്നു, നാം അവനെ അനുഭവിക്കുന്നു. അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് തന്നെ സ്പർശിക്കുന്നവർക്ക് അവൻ നൽകുന്ന സൗഖ്യം പ്രാപിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നമുക്കവനെ കാണുവാനും അനുഭവിക്കുവാനും സാധിക്കണം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ പറയുന്ന പോലെ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. അതെ, നമുക്ക് ഓരോരുത്തർക്കും കൂപ്പിയ കൈകളോടെ അവൻ്റെ വിശുദ്ധ ബലികളിൽ, ആരാധനകളിൽ പങ്കെടുത്ത് അവനിൽ നിന്നും മാപ്പിനായി ഇരുന്ന് അവൻ തരുന്ന സന്തോഷം, അവൻ തരുന്ന ഹൃദയ സമാധാനം, അവൻ തരുന്ന സൗഖ്യം, അവൻ തരുന്ന നമ്മുടെ ദുഃഖത്തിൽ നിന്നുള്ള വിടുതൽ, അവൻ തരുന്ന സഹനങ്ങളിലൂടെ കടന്നു പോകുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ ജീവനുള്ള വിശുദ്ധ ബലികളിൽ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.